മലയോര ജനത വലിയ പ്രതീക്ഷയിലാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഏറെക്കുറെ കേരളത്തിൽ ഒരു അഭിപ്രായ ഐക്യം രൂപപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരാകാംക്ഷയാണ്. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുന്ന വന്യജീവികളെ നാട്ടിൽ വെച്ച് നിയന്ത്രിതമായി വേട്ടയാടുക എന്ന നയത്തിലേക്ക്, അതിൻ്റെ സാധ്യതകൾ തേടുന്നതിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഒരു ശാശ്വത പരിഹാരമാണോ? നിയമപരമായി അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ച വേണമെന്ന് കരുതുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ കെ സുനിൽ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയന്ത്രിതമായ വേട്ടയാടൽ വേണം എന്ന് ആഹ്വാനം ചെയ്തയാളാണ്. അതിൻ്റെ പേരിൽ കേസുകളടക്കം നേരിടേണ്ടി വന്ന ആളാണ്. സ്വീകരണങ്ങളടക്കവും നേരിടേണ്ടി വന്ന ആളാണ്. ശ്രീ ബിജി എബ്രഹാം അധ്യാപകനാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്, മൃഗസ്നേഹിയാണ്. ശ്രീ അലക്സ് ഒഴുകിയിൽ കിഫ പ്രതിനിധിയാണ്. കോൺഗ്രസിൽ നിന്ന് ശ്രീ നൌഷാദ് അലിയും നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരും. ശ്രീ അലക്സ് ഒഴുകിയിൽ, സർക്കാർ അങ്ങനെ ഒരു നിയമസാധ്യത തേടുകയാണ് എങ്കിൽ മലയോര ജനത നിലവിൽ അനുഭവിക്കുന്ന അതിജീവന പ്രതിസന്ധികൾക്ക് അതൊരു പരിഹാരമാകും എന്ന് കരുതുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. തീർച്ചയായിട്ടും അതിൽ രണ്ട് വിഷയങ്ങളാണ് മതമുള്ളത്. ഒന്ന്, വേട്ട നായാട്ട് അനുവദിക്കണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം. രണ്ട്, ഇപ്പോൾ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുന്ന കാട്ടുപന്നികളെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ അതിന്റെ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണമെന്നൊക്കെയുള്ള കണ്ടീഷൻസ് ആണ്. അത് വേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ച് കുഴിച്ചിട്ടാലും കുഴപ്പമില്ല, അതിന്റെ പുറകെ ഉദ്യോഗസ്ഥർ പോകണ്ട എന്നുള്ള രണ്ട് പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ രണ്ട് പരാമർശങ്ങളെ നമ്മൾ രണ്ടായിട്ട് തന്നെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് കിഫയുടെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, ഈ നായാട്ടുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള സ്വാഗതാർഹമായിട്ടുള്ള കമന്റുകൾ മലയോര മേഖലയിൽ നിന്നും, പ്രത്യേകിച്ച് കർഷക മേഖലയിൽ നിന്നും അതിനുണ്ടായി. അതുപോലെ തന്നെ പരിസ്ഥിതിവാദികളുടെയും മൃഗപ്രേമികളുടെയും ഭാഗത്തു നിന്ന് വളരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നായാട്ട് എന്ന വാക്കാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. അതിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് ഹണ്ടിങ്ങും കള്ളിങ്ങും എന്ന രണ്ട് വാക്കുകളുണ്ട്. ഈ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ഒരു ഏർപ്പാടാണ്. കള്ളിങ് എന്ന് പറഞ്ഞാൽ കിഫ തുടക്കം മുതൽ പറയുന്നതാണ്, നമ്മൾ ഈ വിഷയത്തിൽ മാതൃഭൂമിയിൽ തന്നെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ വാഹക ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഒരു വനത്തിന് അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എത്ര മൃഗങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിൽ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ് കള്ളിങ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ആ സാഹചര്യത്തിൽ ഉദ്ദേശിച്ചത് കള്ളിങ് എന്നത് തന്നെയാണ്, അല്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ഒരു ഏർപ്പാടല്ല. അങ്ങനെ വേണമെന്ന് കിഫ പറഞ്ഞിട്ടില്ല. കള്ളിങ് എന്നതിനെ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ചത് തീർച്ചയായിട്ടും കിഫയുടെ നിലപാടിനുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിനെ ഞങ്ങൾ പൂർണ്ണമായ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, നിലവിലെ നിയമപ്രകാരം അത് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത് കേന്ദ്ര നിയമമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കള്ളിങ് നിലവിലെ നിയമപ്രകാരം അനുവദനീയമല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ നിയമങ്ങളുടെ ചുറ്റിക്കെട്ടലുകൾ മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ കള്ളിങ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രീ അലക്സ് ഒഴുകിയിൽ അങ്ങ് തന്നെ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്നതുമാണ്, കള്ളിങ് വേണം എന്ന നിലപാട് അറിയിക്കണമെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പഠനങ്ങൾ വേണം. മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു എന്നതിന് കൃത്യമായ കണക്ക് വേണം. അതുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ബോധിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഒരുപാട് ശാസ്ത്രീയമായ, നിയമപരമായ, സാങ്കേതികമായ പടികൾ താണ്ടേണ്ടതുണ്ട്. അപ്പോൾ ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്, അതിന്റെ സാധ്യത, അത് കിഫ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. മധു, ഇതിനകത്ത് കള്ളിങ് നമ്മുടെ നാട്ടിൽ പ്രായോഗികമായിട്ട് നടക്കും. കാരണം ഹണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിംഗ് ആയിട്ട് മാറും. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ലോകം മുഴുവൻ നടക്കുന്ന ഒരു സംഗതിയാണ് കള്ളിങ്. ഉദാഹരണത്തിന് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ഓസ്ട്രേലിയയിലെ കങ്കാരുക്കൾ, ഓസ്ട്രേലിയ ദേശീയ മൃഗമാണ്. ദശലക്ഷക്കണക്കിന് കങ്കാരുക്കളാണ് ഓസ്ട്രേലിയയിൽ കൊല്ലുന്നത്. കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ് ശ്രീ അലക്സ് ഒഴുകിയിൽ. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ മൃഗങ്ങളുടെ പെരുപ്പവും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും എന്നതിനപ്പുറത്ത് അതിനെ ശാസ്ത്രീയമായി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ ജൈവിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന സാഹചര്യങ്ങൾ, അതിനേക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജൈവിക സാഹചര്യങ്ങളിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അക്രമകാരിയാകുന്ന മൃഗങ്ങളെ, ഇപ്പോൾ കാട്ടുപന്നി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്, നാട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നു, ജീവന്, സുരക്ഷയ്ക്ക്, സ്വത്തിനൊക്കെ പ്രശ്നമാകുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ട്. ഏറ്റവും പ്രാഥമികമായും അത്യന്തികമായി നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന മൃഗത്തെ കൊല്ലുക എന്ന് പറയുന്നത് കള്ളിങ്ങിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. അത് വർധനവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന കൂട്ടക്കൊലയാണ്.
ശല്യക്കാരായ മൃഗങ്ങളെ വകവരുത്തുക എന്നത് കള്ളിങ്ങിന്റെ പരിധിയിൽ വരുന്നതല്ല, നായാട്ടിന്റെ പരിധിയിൽ വരുന്നതുമല്ല. കറക്റ്റ്, അതെ. ഓക്കെ, അത് ആ പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ അതിലേക്ക് വരാം. ആ ഒരു വിഷയത്തിൽ നിലവിൽ നമുക്ക് കാട്ടുപന്നിയുടെ കാര്യത്തിൽ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അതിനെ കൊല്ലാനുള്ള ഉത്തരവുണ്ട്, അവരെ കൊല്ലുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഈ വിഷയത്തിൽ കിഫ മുന്നോട്ട് വെച്ച ഒരു പരിഹാരമുണ്ട്. അതായത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ തന്നെ സെക്ഷൻ 11(2) പ്രകാരം സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, കില്ലിംഗ് ഓർ വൂണ്ടിംഗ് ഓർ എ വൈൽഡ് ആനിമൽ ഫോർ സെൽഫ് ഡിഫൻസ് ഷാൽ നോട്ട് ബി ആൻ ഒഫൻസ് എന്നാണ്. വളരെ കൃത്യമായിട്ട് ഇതേ വാക്കാണ് നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വനത്തിന് വെളിയിൽ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു വന്യജീവിയെ ഒരു മനുഷ്യൻ കൊന്നാൽ അത് കുറ്റകൃത്യമല്ല എന്ന് തന്നെയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ, അത് ആ സമയത്ത് അവർ വനത്തിൽ അതിക്രമിച്ച് കയറുകയോ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയോ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ ഒരു കണ്ടീഷൻ. ഇതേ നിയമം ഉപയോഗിച്ച് തന്നെ കേരളത്തിലെ സർക്കാർ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പുലി ആക്രമിക്കുകയും ആ പുലിയെ ഗോപാലൻ കൊല്ലുകയും ചെയ്തു. 2022 നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ കിഫ തുടക്കമ്പോൾ ഇടപെട്ടൊരു കേസാണ്. ആ സംഭവത്തിൽ ഗോപാലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് വനമന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കോഴിക്കോട് വെച്ച് പ്രസ് കോൺഫറൻസിൽ പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞത് ഗോപാലൻ പുലിയെ കൊന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസെടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ നിയമത്തിൽ വനത്തിന് വെളിയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ മനുഷ്യൻ പ്രതിരോധിക്കുമ്പോൾ വന്യമൃഗങ്ങൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ കേസെടുക്കണോ വേണ്ടയോ എന്നുള്ള പ്രിറോഗേറ്റീവ്, വിവേചന അധികാരം സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഗോപാലിനെതിരെ കേസെടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞാൻ വനമന്ത്രിയോട് ഈ കേസ് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾ ഇടുക്കിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു, എന്തുകൊണ്ട് ഈ ഒരു അവകാശം നിങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നൽകുന്നില്ല? സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരാം. ശ്രീ അലക്സ് ഒടുകയിൽ, ശ്രീ ബിജി അബ്രഹാം, ഇപ്പോ ഒരു പുലി ആക്രമിക്കാൻ വരുന്നു, ഒരു കടുവ ആക്രമിക്കാൻ വരുന്നു. ആനയുടെ കാര്യം വ്യത്യസ്തമാണ്. ഈ പുലിയോ കടുവയോ ആക്രമിക്കാൻ വരുന്നു, അതിനെ തിരിച്ചു കൊല്ലുന്നു. കേസെടുക്കാൻ കഴിയില്ല, നാട്ടിൽ ജീവിക്കണം, ആ നിലപാടെടുത്തേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പുലി കൊന്നോട്ടെ കടുവ കൊന്നോട്ടെ എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. സാധ്യമായ പ്രതിരോധം ഉണ്ടാകുന്നു, അതിൽ ആ വന്യജീവി കൊല്ലപ്പെടുന്നു. സമാനമായ സാഹചര്യം പക്ഷെ മറ്റിടങ്ങളിലില്ല. ഇപ്പോൾ കാട്ടുപന്നിയെ കൊല്ലുകയാണ് എങ്കിൽ അതിന് ഈ പറയുന്നത് പോലെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് അനുമതിയുണ്ട്, വേട്ടയ്ക്ക് അനുമതി നൽകിയിരിക്കുന്ന ആളുകളുണ്ട്. അവർ വന്ന് അത് നിർവഹിക്കുക, അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് വിപരീതമായി ഈ മൃഗങ്ങളെ, നാട്ടിൽ ഇറങ്ങി വരുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട് എന്നിരുന്നാലും അത് വിളിച്ചു വരുത്തുന്ന നിയമപ്രശ്നങ്ങൾ ഏറെയാണ്. ജാമ്യമില്ലാ വകുപ്പാണ് പലപ്പോഴും ചുമത്തപ്പെടുക. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ വേട്ട എന്ന് പറയുന്ന വകുപ്പ് തന്നെയാണ് ചുമത്തപ്പെടുക. അതിനൊരു അയവുണ്ടാകും എന്നുള്ളത് സ്വാഗതാർഹമാണ് എന്നങ്ങ് കരുതുന്നുണ്ടോ? ശ്രീ ബിജി അബ്രഹാം, കേൾക്കാമോ? ചോദ്യം എൻ്റെ അടുത്തായിരുന്നോ? അതെ, അങ്ങയോട്ടാണ് ശ്രീ ബിജി അബ്രഹാം. ചെറിയൊരു അവ്യക്തത ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് കട്ടായി പോകുന്നുണ്ട്. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, പത്രസമ്മേളനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നാളിതുവരെ വന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പക്ഷേ പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ പ്രകോപനപരമായ ചില പദങ്ങൾ അദ്ദേഹം പറയുമെങ്കിലും പിന്നീട് അത് ശരിയായ ഉചിതമായ ഒരു പ്രയോഗമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ ഈ നായാട്ട് വേണം എന്നു അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയിരുന്ന ഒരു പ്രസ്താവനയെ അങ്ങേയറ്റം ഖേദകരവും ഒരുപക്ഷെ ഒഴിവാക്കേണ്ടതുമായിരുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ COVID-19 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിത്യേനയുള്ള പത്രസമ്മേളനത്തിൽ മനുഷ്യർ മാത്രമല്ല, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പട്ടികളും പൂച്ചകളും പറവകൾക്ക് പോലും ആഹാരം ഉറപ്പുവരുത്തണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, ഉപദേശത്തെ ഏറെ ആദരവോടും ഇന്നും വളരെ അഭിമാനത്തോടെയും ഓർക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ അധ്യാപകനും ആക്ടിവിസ്റ്റും എഴുത്തുകാരനൊക്കെ ആയ വിനിൽ പോളിൻ്റെ ഒരു പുസ്തകമുണ്ട്, മൃഗയ കേരളത്തിൻ്റെ നായാട്ടു ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ മൃഗങ്ങളെ വേട്ടയാടുന്നത് പ്രധാനമായിട്ട് 2 കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഒന്ന്, വിനോദത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു പതിവുണ്ട്. രണ്ടാമതായിട്ട് ജനസേവനം എന്ന പേരിൽ റെയിൽവേ ലൈനുകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി നായാട്ടിനെ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അധികാരം ദൃഢമാക്കാൻ സഹായിച്ച ഒരു പദ്ധതി എന്ന നിലയിലാണ് നായാട്ടിനെ ആ കാലഘട്ടത്തിൽ കണ്ടതായിട്ട് ഗവേഷകനും കൂടിയായ വിനിൽ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ശ്രേഷ്ഠത സ്ഥിരീകരിക്കുന്നതിന് നായാട്ടിനെ ഉപയോഗിച്ചുവെന്നും അതിലൂടെ
ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ തങ്ങൾ സാഹസികത നിറഞ്ഞവരും സ്ഥിരോത്സാഹികളും ഭയമില്ലാത്തവരുമാണെന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും തുടർന്ന് വന്ന കൊളോണിയൽ കാലഘട്ടത്തിലുള്ളവരും നായാട്ടിനെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ ഇന്ന് നമ്മൾ നമ്മുടെ കോന്നി MLA ഭാഗത്ത് നിന്നാണെങ്കിലും പത്തനംതിട്ട MP ഭാഗത്ത് നിന്നുണ്ടായതാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ അങ്ങേയറ്റം ഖേദകരമാണ്, വേദനിപ്പിക്കുന്ന പ്രസ്താവനകളാണ്. ഒരാൾ പറഞ്ഞിരിക്കുന്ന കാട് കത്തിക്കും, മറ്റു ചിലർ പറയുന്നത് വനത്തിലെ വന്യമൃഗങ്ങളെ മുഴുവനും വേട്ടയാടി ഇല്ലാതാക്കണം, നായാട്ട് നടത്തണം എന്ന് പറയുന്ന പ്രസ്താവന ഒരു വിധത്തിലും യോജിക്കാനാവത്തില്ല. അത് ശാസ്ത്രീയമല്ല. കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് അലക്സ് ഒഴികെ അത് അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ വിജയബ്രഹ്മ, അതാണ് ഞാൻ ചോദിച്ചത്. ഈ പുസ്തകത്തിലെയും അവനവന്റെ പുരയിടത്തിലെയും പ്രശ്നങ്ങൾ തമ്മിൽ വലിയ അന്തരമില്ലേ? നമുക്ക് ശരിയാണ്, കൊളോണിയൽ കാലത്തെ സാഹചര്യങ്ങളോ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളോ ഒക്കെ പറയാം. എന്നുവരെ നമ്മുടെ മുറ്റത്തേക്ക് ഒരു വന്യമൃഗം വരികയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയും ജീവൻ അപഹരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വരെയുള്ള സാഹചര്യത്തിൽ ശരിയാണ്, നമുക്കതിൽ അഭിരമിക്കാം. മറ്റേ സാഹചര്യം കുറച്ചുകൂടി ഉൾക്കിടലമുണ്ടാക്കുന്നതാണ്. അത് ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ സമയത്ത് അതിനെ നിയമപരമായി ഇല്ലാതാക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു സാധ്യത ഉണ്ടാകുന്നത് നിരന്തരം ഈ ഭീഷണി നേരിടുന്ന മനുഷ്യർക്കൊരു വലിയ ആശ്വാസമായിരിക്കില്ലേ? അങ്ങ് പറഞ്ഞ ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഓരോ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട വൾണറബിലിറ്റീസ് ഉണ്ട്. ഇപ്പം കടലുമായി ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് കടൽക്ഷോഭം അവർ നിത്യേന അവരുടെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ്. ഏതാണ്ട് ഇപ്പം മഴക്കാലം ആരംഭിച്ചു. ഇന്ന് തന്നെ നമ്മൾ കടലിലുണ്ടായ ഒരു ദുരന്തത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ അത് ഏത് വിധത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ കടലേറ്റം ഉണ്ടാവുന്നു, ചില സമയത്ത് കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നു. ഞാൻ ഈ ആലപ്പുഴ ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്തൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉണ്ടായിരുന്നു, ആ തീരമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ജനങ്ങൾ അവിടെ വിട്ടു പോകാൻ തയ്യാറല്ല. കാരണം അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്കും അതിന്റെ ഏറെ നന്മകൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. നല്ല വെള്ളം, കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണ്, എക്കലടങ്ങിയ ഭൂമി, അനുകൂലമായ കാലാവസ്ഥ, അവരുടെ ആയുർദൈർഘ്യത്തെ പോലും അത് ഗുണകരമായി സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല. ഏറ്റവും വളരെ റീസെന്റ് ആയിട്ട് വരുന്ന പഠനങ്ങളിൽ ആയുർദൈർഘ്യത്തിൽ 2 വർഷം വരെ കുറയുന്നുണ്ട് നഗരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ എന്ന് കാണുന്നത്. അത്രമാത്രം മലിനീകരണവും സമ്മർദ്ദവും ഒക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നത്. റോഡിൽ കൂടെ ഒരു ദിവസം കേരളത്തിലെ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര പേരാണ് മരണപ്പെടുന്നത്? 4000-ഓളം പേരാണ് കേരളത്തിലെ തെരുവുകളിൽ ഒരു വർഷം മരിക്കുന്നത്. 50,000-ഓളം പേരാണ് കേരളത്തിൽ അംഗഭംഗം വന്നുകൊണ്ട് നിത്യരോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട് വീടുകളിൽ കിടക്കേണ്ടതായിട്ട് വരുന്നത്. കേരളത്തിലെ റോഡുകളിൽ വാഹനം ഓടണ്ട എന്നൊരു നിലപാട് നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുമോ? ഞാൻ പറഞ്ഞു വന്നത്, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളുടെ കൃഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടാവുന്നതിനെ അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ അത് നായാട്ട് നടത്തിയിട്ടല്ല, കള്ളിങ് നടത്തിയിട്ടല്ല, മറിച്ച് കേരളത്തിന്റെ വനം കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ല. കാരണം കേരളത്തിലെ മാത്രമല്ല, ഏതാണ്ട് താപ്തി നദിയുടെ തീരം മുതൽ ഗുജറാത്ത് മുതൽ കേരളത്തിന്റെ അറ്റം മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് 6 സംസ്ഥാനത്തിൽ 28 കോടി ജനങ്ങളുടെ എനിക്ക് നിർദ്ദേശം ഞാൻ പറയാം. 28 കോടി ജനങ്ങളുടെ ജീവനും കൃഷിയും എക്കലും അവരുടെ ജീവിത സന്ധാരണ മാർഗമാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. ആ മലനിരകൾ അപ്പാടെ നശിപ്പിക്കുക എന്നുള്ളതല്ല പരിഹാരം. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട അലക്സ് ഒഴികയിൽ പറഞ്ഞതുപോലെ കള്ളിങ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലെ US പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരുപക്ഷെ ജനങ്ങൾ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുടന്ത് ബാധിച്ചതോ രോഗിയായതോ അല്ലെങ്കിൽ അത്തരം മൃഗങ്ങളെ സ്പോട്ട് ചെയ്ത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവയെ വെടിവെക്കുന്നത്. അല്ലാതെ വ്യാപകമായിട്ട് ആളുകളെല്ലാം തോക്കെടുത്തുകൊണ്ട് വെട്ടുകത്തി വാക്കത്തി നമ്മുടെ കേരളത്തിലെ കാട് പോലുള്ള ഒരു സ്ഥലമല്ല. പറഞ്ഞ ഓസ്ട്രേലിയയിലെ കാട് എന്ന് പറയുന്നത് അതിന്റെ ഭൂപ്രകൃതി വ്യത്യസ്തമാണ്,
അവിടുത്തെ കാടിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. നമ്മുടെ കാട്ടിൽ ഇതിൽ ഈ കള്ളിങ്ങും നായാട്ടും എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള തർക്കം കൊണ്ട് നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെയാണ്. അത് കാടിറങ്ങി വരുന്ന വന്യമൃഗവും അതിന്റെ ക്രൗര്യവും ജനങ്ങളുടെ നിസ്സഹായതയും അവരുടെ ജീവനും അടക്കമുള്ള കാര്യമാണ്. കള്ളിങ് നടപ്പിലാക്കുന്നത് അനിയന്ത്രിതമായി എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. നായാട്ട് നടപ്പാക്കുന്നത് നേരത്തെ ശ്രീ അലക്സ് ഒഴികയിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു വിനോദോപാധി എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇവിടുത്തെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാടിറങ്ങി വരുന്ന മൃഗം ജനത്തിന്റെ ജീവന് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക, അതിനെ വെടിവെച്ചോ അല്ലാതെയോ കൊലപ്പെടുത്തുക, അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ആനയോട് മുഷ്ടി യുദ്ധം ചെയ്തോ ദന്തയുദ്ധം ചെയ്തോ ജയിക്കാൻ കഴിയില്ല, അതിനെ കൊല്ലുക എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന്. അതിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ എങ്കിൽ അതിനോട് നമുക്ക് ശക്തി ഉപയോഗിച്ച് ജയിക്കാൻ കഴിയില്ല, മറ്റായുധം ഉപയോഗിച്ച് ജയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ആ നിലയ്ക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കേണ്ട ഒന്ന്. അവിടെ ഈ കള്ളിങ്ങും നായാട്ടും എന്ന് പറയുന്ന രണ്ട് പദപ്രയോഗങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കി നിന്നാൽ പരിഹാരം ഉണ്ടാകാതെ പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ നൗഷാദ് അലി, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ഐക്യം ഉണ്ടായിട്ടുണ്ട് CPM-നും കോൺഗ്രസിനും ഇടയിൽ എന്ന് തോന്നുന്നു. അതായത് നിങ്ങളുടെ മലയോര യാത്രയുടെ പ്രസംഗത്തിനിടയിലാണ് സണ്ണി ജോസഫ് ഈ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പ്രയോഗം ആദ്യമായി നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രി അതിനുശേഷം വളരെ കൗതുകകരമായ രീതിയിൽ അത് പറയുകയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിന് വലിയ തോതിൽ ശ്രദ്ധ കിട്ടുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനും CPM-നും ഇതിലൊരു രാഷ്ട്രീയ ഐക്യമുണ്ട്. കേന്ദ്ര നിലപാടിൻ്റെ ഒരു റിജിഡിറ്റിയാണ് ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത്. മലയോര മേഖലയുടെ ജനങ്ങളുടെ വോട്ട് എന്നതിൽ ഉള്ള ഒരു പ്രതികരണമാണോ അതോ ആ പ്രശ്നം കൃത്യമായി അഡ്രസ്സ് ചെയ്തുണ്ടാകുന്ന ഒരു ഐക്യപ്രഖ്യാപനമാണോ? ഇത് എങ്ങനെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഏതെങ്കിലും തരത്തിലൊരു ഐക്യപ്രഖ്യാപനത്തിനൊരു ആവശ്യം ഈ വിഷയത്തിലില്ല. കാരണം മലയോര ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. കോൺഗ്രസും UDF-ഉം എക്കാലത്തും ആ നിലപാടിനോടൊപ്പമാണ് പോകുന്നത്. അടുത്ത കാലത്തുള്ള ഈ സങ്കീർണതകളിലൊക്കെ വളരെയധികം ഞങ്ങളുടെ നിലപാടുകൾ മലയോര ജനതയോട് കൂടിയാണ്. ഇവിടെ മാധു, നിങ്ങൾ നോക്കുക, നമ്മുടെ മലയോര ജനത എന്നത് മാത്രമല്ല, നമ്മുടെ ഇടനാട് പ്രദേശത്ത് തീരപ്രദേശം ഒഴികെയുള്ള മുഴുവൻ ഭൂമിയിലും ഇന്ന് കാട്ടുപന്നികൾ വിഹരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മാസവും കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഒരാളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട്, നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഹ്രസ്വകാല വിളകൾ തൊട്ട് ദീർഘകാല വിളകൾക്ക് വരെ വലിയ മാരകമായ പ്രഹരമാണ് ഇവ ഏൽപ്പിക്കുന്നത്. വെട്ടുകിളികളെ പോലെയാണ് രാത്രി ഇവ ഇറങ്ങി നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു കാർഷിക വ്യവസ്ഥിതിക്ക് ഒരു സമ്പൂർണമായൊരു ആഘാതമാണ് കാട്ടുപന്നികളെ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആനയും പുലിയും അടക്കമുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് നടത്തുന്ന ജീവഹാനികൾ, കഴിഞ്ഞ ദിവസമൊക്കെ മലപ്പുറം ജില്ലയിലെ കാളികാവിലുണ്ടായ ആ ഒരു റബ്ബർ ടാപ്പിംഗ് കർഷകന്റെ മരണമൊക്കെ എത്രമാത്രം ദാരുണമാണ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ നിയമങ്ങളും പൊളിച്ചെടുക്കാൻ സമയമായി. ഓരോ കാടിൻ്റെയും അല്ലെങ്കിൽ റിസർവ് വനങ്ങളുടെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കുറിച്ചൊരു വിശദമായ പഠനം നമ്മുടെ സർക്കാർ നടത്തേണ്ടതുണ്ട്. ആ സംഭരണ ശേഷിക്ക് അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ ആ ശേഷിക്ക് അതീതവും അല്ലെങ്കിൽ അതിന് പുറത്തുമുള്ള മൃഗങ്ങളെ തീർച്ചയായിട്ടും എങ്ങനെയാണ് കള്ളിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം സന്തുലിതമായിട്ട് പരിമിതപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കള്ളിങ് ഓഫ് അനിമൽ അതിലൊരു മാർഗമാണ്. സമാനമായിട്ട് സാന്ദ്രത കുറഞ്ഞ ഇടങ്ങളിലേക്ക് മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന രീതികൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും അവലംബിച്ചത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ ഈ കടുവകളുടെ, പുലിയുടെ കാര്യം എടുക്കുക. ഒരു ആൺപുലിയെ സംബന്ധിച്ചിടത്തോളം 40 മുതൽ 100 വരെ സ്ക്വയർ കിലോമീറ്ററുകളാണ് ആൺപുലിയുടെ ഒരു ഭൂവിസ്തൃതി പരിധി. അതുപോലെ പെൺപുലിക്ക് 14 കിലോമീറ്റർ സ്ക്വയർ ആണ്. നമ്മുടെ എല്ലാ കൺസർവേറ്റീവ് ഫോറസ്റ്റുകളുടെയും പരമാവധി വിസ്തൃതി 1000 മുതൽ 1500 വരെ സ്ക്വയർ കിലോമീറ്ററുകളാണ്. അപ്പോൾ ഈ പ്രഖ്യാപിതമായ എല്ലാ കടുവ റിസർവ് വനങ്ങളുടെയും വിസ്തൃതി ഏറെക്കുറെ ആ തലത്തിലാണുള്ളത്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നൂറുകണക്കിന് പുലികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ വർഗ വ്യവസ്ഥയിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളപ്പെടുമ്പോഴാണ് പലപ്പോഴും നാടുകളിലേക്ക് കടന്നു വരുന്നത്. ഈ നാടുകളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അതിനുള്ളൊരു പ്രശ്നം, ഇപ്പൊ ആന കടന്നു വരുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അപര്യാപ്തത അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയാം. കടുവയും പുലിയും ഒക്കെ ഇറങ്ങി വരുന്നതിൽ ഏറെയും
പരിക്കുകൾ ഏൽക്കുന്നതോ വാർദ്ധക്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോ അങ്ങനെ പരിമിതികളുള്ള മൃഗങ്ങൾ ഇറങ്ങി വരുന്നതാണ്. നമുക്ക് കൃത്യമായി ഈ പറയുന്ന വിസ്തൃതി, അതായത് അവരുടെ ഒരു ജൈവിക വിസ്തൃതിയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ഇറങ്ങി വരുന്നത് എന്ന് പഠനം തെളിയിക്കുന്ന ഒരു രേഖ നമ്മുടെ കയ്യിലില്ല. ആധികാരികമായൊരു രേഖ എന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ അങ്ങനെയില്ല. മറ്റൊരു പ്രശ്നം, ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നുണ്ട് ഈ വെളിച്ചെണ്ണയാണോ മണ്ണെണ്ണയാണോ എന്നുള്ളൊരു കാര്യം. അത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് അപ്പുറമാണ്. ഒരു വന്യമൃഗത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഡയലോഗ് പറയാമെന്നുള്ളത് ശരിയാണ്. അത് അതിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതുമാണ്. അത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. പക്ഷെ അതിനപ്പുറത്ത് അങ്ങനെ ഒരു വന്യമൃഗത്തെ കൊല ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ സംസ്കരിക്കണം എന്നത് സംബന്ധിച്ച് നിയമം കൃത്യമായി പറയുന്നുണ്ട്. അതിനെ ഭക്ഷ്യയോഗ്യമാക്കണം എന്നുള്ളത് മലയോര ജനതയുടെ ഒരു ആവശ്യമാണ്. എന്നിരുന്നാൽ പോലും അതിന് നിയമ ഭേദഗതി ആവശ്യമുണ്ട്. മാധു, ഇവിടെ നമ്മളൊക്കെ എത്രമാത്രം പിന്തിരിപ്പനായിട്ട് ക്ലേശകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിയമങ്ങളും ഈ വ്യവസ്ഥിതിയൊക്കെ നമ്മോട് വിളിച്ചോതുന്നത്. കാരണം ഇവിടെ ഒരു കാട്ടുപന്നികൾ, ഡസൻ കണക്കിന് കാട്ടുപന്നികളാണ് നാട്ടിലെ തോട്ടങ്ങളിലൂടെ വിഹരിച്ച് നടക്കുന്നത്. ആ കാട്ടുപന്നികളെ കൊന്നു കഴിഞ്ഞിട്ട് അതിനെ മണ്ണെണ്ണ ഒഴിച്ച് തന്നെ സംസ്കരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ്? എന്താണ് ഇതിൻ്റെയൊക്കെ ചേതോവികാരം? ഇതിൻ്റെയൊക്കെ അന്തർഗതം എന്താണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ ചിരിയാണ് വരിക. തീർച്ചയായിട്ടും ഞാനത് പറയട്ടെ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ 10 കൊല്ലം 15 കൊല്ലം 1970-കളിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അത് കഴിഞ്ഞ് പല ഭേദഗതികളും വന്നിട്ടുണ്ട്. ഇതൊക്കെ മാധു നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചില ശാസ്ത്രീയ പഠനങ്ങളൊന്നും ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറിച്ച് വന്നിട്ടില്ല എന്ന്. ഈ പുലികളുടെ അല്ലെങ്കിൽ കടുവകളുടെ ആവാസ വ്യവസ്ഥിതിയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് ആ ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരും റിസർച്ച് സ്കോളർമാരും പ്രസിദ്ധീകരിച്ച ഔദ്യോഗികവും ആധികാരികവുമായ കണക്കാണത്. ആ കണക്കിന് പുറത്ത് കടുവകളുടെ ആധിക്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ആനുകാലികമാകണം എന്നുള്ളതാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് അധികരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇക്കാലത്ത് പഠിക്കണം. ഇക്കാലത്ത് പഠിക്കുകയും അത് അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ജനങ്ങൾക്ക് പറയൂ. പറയൂ ശ്രീ അലക്സ് ഒടിയൽ പറയൂ. നൗഷാദ് അലിയോട് ഒറ്റ കാര്യം പറയാനേ ഉള്ളൂ. വയനാട്ടിൽ ഈ വർഷം ജനുവരിയിൽ രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് രാധയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല എന്നാണ്. ആ വാർത്തയുടെ വാർത്താശകലങ്ങൾ യൂട്യൂബിൽ കിട്ടും. ശ്രീ നൗഷാദ് അലി ഒന്ന് വായിച്ചു നോക്കണം. പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും പറയുന്നു വന്യജീവി സംരക്ഷണ നിയമം മാറ്റരുത് എന്നാണ്. നൗഷാദ് അലി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ അസംബന്ധങ്ങളാണ്, ഇത് വായിച്ച ചിരി വരുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശരിക്കുള്ള നിലപാടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം MP വയനാട് MP ഈ ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യം ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു, ചോദിച്ചു. ഇനി ശ്രീ നൗഷാദ് അലി മറുപടി പറയട്ടെ. ശ്രീ നൗഷാദ് അലി, ഇത് കാലികമായി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെ തിരിച്ചറിയേണ്ടതല്ലേ? എന്താണ് മാധു സംശയം? കാലികമായി പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കുകൾ നിങ്ങൾ നോക്ക്. കഴിഞ്ഞ 10 വർഷത്തിനകം 900-ലധികം പേര് വനം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 800-ഓളം പേര് ശയ്യാവലംബികളായി. ഇവരിൽ പകുതി പേർക്ക് പോലും കൃത്യമായിട്ട് കോമ്പൻസേഷൻ സോളാർ ഫെൻസിംഗ് ആവട്ടെ, വെർച്വൽ ഫെൻസിംഗ് ആവട്ടെ, നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ. അല്ല, നിങ്ങളിങ്ങനെ എല്ലാത്തിലും കയറി പ്രസംഗിക്കല്ലേ. നിങ്ങളുടെ ഊഴത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് നിർത്തന്നേ. ഞാൻ എന്തിനു മറുപടി ഞാൻ തീരുമാനിക്കും. നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് പറയില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കില്ല. നിങ്ങൾ അങ്ങനെ ഞാൻ പറയുമ്പോൾ നിരന്തരമായിട്ട് കയറി ഇടപെടരുത്. ഒരു തവണ നിങ്ങൾക്ക് വഴങ്ങി തന്നോ, ഞാനതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ വീണ്ടും പറഞ്ഞു തുടങ്ങുക. ഇത് എവിടുത്തെ ന്യായ സുഹൃത്തെ? ഒന്ന് വായടക്കണം, പറയട്ടെ. ഇവിടെ നിങ്ങൾ നിർത്തന്നേ. അതൊക്കെ ഒരു മര്യാദ കൊണ്ടാണ്. നിങ്ങൾ തർക്കത്തിലേക്ക് പോകണ്ട. ഇവിടെ സോളാർ ഫെൻസിങ്ങിന്റെ കാര്യം, ഇവിടെ വെർച്വൽ ഫെൻസിങ്ങിന്റെ കാര്യം, ഇവിടെ GPS ID കോളേഴ്സ് ഘടിപ്പിക്കുന്ന കാര്യം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കേണ്ട ബജറ്റ് വിഹിതത്തിന്റെ 50% പോലും എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ നിറഞ്ഞ
വനം വന്യജീവി ഭരണ അഡ്മിനിസ്ട്രേഷൻ വ്യവസ്ഥിതിയും ശൈലിയുമാണ് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തൊക്കെ ഉള്ളത്, പ്രത്യേകിച്ചും കേരളത്തിലുള്ളത്. ഇതിലൊക്കെ സമൂലമായ അഴിച്ചുപണിയും പരിഹാരങ്ങളും വേണം. അല്ലാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏതെങ്കിലും ചോദ്യോത്തര ശകലങ്ങൾ വെച്ച് വിഷയങ്ങളെ സാമാന്യവൽക്കരിക്കരുത്. അല്ല, അത് അങ്ങനെ ഒരു സാമാന്യവൽക്കരണമൊന്നുമല്ല ശ്രീ നൗഷാദിലെ. അതായത് 72-ലെ വനനിയമത്തിന്റെ പരിഷ്കരണം നിലവിൽ താൻ അതിനെ ശുപാർശ ചെയ്യില്ല, അല്ലെങ്കിൽ താൻ അതിനെ നിർബന്ധിക്കില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ നിങ്ങൾ മലയോര സംരക്ഷണ യാത്ര നടത്തുകയാണ്. മലയോര സംരക്ഷണ യാത്രയിൽ നിങ്ങളുടെ നേതാക്കളടക്കം ആഞ്ഞടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഞങ്ങൾ തോന്നുന്നില്ല. നിങ്ങളെ ഇതിനകത്ത് ഹണ്ടിങ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങളെ അതുമായി ബന്ധപ്പെട്ട വനം വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെ നിങ്ങൾ സാമാന്യവൽക്കരിക്കരുത്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വളരെ പ്രഖ്യാപിതമായ നിലപാട് ഞങ്ങൾ ആഴ്ചകളെടുത്ത് നടത്തിയ മലയോര ജാഥയിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂലമായ പരിഷ്കരണം, മാധു ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓരോ സംരക്ഷിത വനപ്രദേശങ്ങളുടെയും ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തണം. എന്നിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ. അതുപോലെ തന്നെ കോമ്പൻസേഷൻ കൃത്യമാക്കണം. മറ്റെല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളെക്കാൾ പുറകിലുള്ള സംസ്ഥാനങ്ങൾ വരെ മൊബൈൽ ആപ്പുകളും SMS-കളും ഒക്കെ ആയിട്ട് ആളുകൾക്ക് അലർട്ടാകാനും സംരക്ഷണ നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർഭാഗ്യകരമാണ്. അതൊക്കെ ഉണ്ടാകണം, വേണം. മലയോര ജനതയുടെ ജീവന് അത് വലിയ വിലയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിതമാണ് എങ്കിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ അത് അറിഞ്ഞിരിക്കുക എന്ന് ആഗ്രഹിക്കുന്ന തൽക്കാലം നിവൃത്തിയുള്ളൂ. ശരി, മാത്രമല്ല ഈ പറയുന്ന മൊബൈൽ സംവിധാനവും മുന്നറിയിപ്പ് സംവിധാനവും ഒക്കെ പ്രാബല്യത്തിലുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അവിടങ്ങളിലും കാട്ടാന ആക്രമണത്തിന് ആഴ്ചയിൽ 1 വീതം മരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ മലക്കപ്പാറയ്ക്കപ്പുറത്ത് കാട്ടാനയുടെ സാന്നിധ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന മൊബൈലിൽ മെസ്സേജ് വരുന്ന സംവിധാനമുണ്ട്. പക്ഷെ അവിടെയും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചക്കുള്ളിൽ പോലും ഈ പറയുന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് കാട്ടാന ആക്രമണത്തിന്റെ ഭീഷണിയിൽ തന്നെ, പുലിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീഷണിയിൽ തന്നെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ വാർത്തയടക്കം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ പ്രദേശങ്ങളിലൊക്കെ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് അപ്പുറത്തും ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാം എന്ന് വിചാരിച്ചത്. ശ്രീ ബിജി അബ്രഹാം, ഞാൻ ശ്രീ അലക്സ് ഒടുകിലേക്കാണ് സാധാരണഗതിയിൽ വരേണ്ടത്. നിങ്ങൾ ഇടപെട്ട് രണ്ടുപേരും സംസാരിച്ച മുഴുവൻ സമയവും ശ്രീ ബിജി അബ്രഹാം, ഒരു നിമിഷം, ഞാൻ 3 പേരിലേക്ക് വരാം. ശ്രീ ബിജി അബ്രഹാം, സർക്കാർ പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്കറിയാവുന്നതാണ്, നിരന്തരമായ ഒരു വിഭാഗം ജനങ്ങൾ കടുത്ത സുരക്ഷിതത്വ പ്രശ്നങ്ങളിൽ, അതിജീവന പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ബാധ്യതയാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് മാനുഷികവുമല്ല. അപ്പം അങ്ങ് നേരത്തെ കടലിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വൾനറബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. ചെല്ലാനത്ത് കടലിൽ തിരയിൽ, അതും കാലവർഷക്കടലിൽ ഇറങ്ങി നിന്നാണ് രാവിലെ മനുഷ്യൻ പ്രതിഷേധിച്ചത്. കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ നാട്ടില്. അപ്പൊ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് മലയോര മേഖലയിൽ കാലങ്ങളായി. നമുക്കറിയാവുന്നതാണ് ആർലം ഫാമിലൊക്കെ ജീവിതം എത്ര ദുരിതമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെയുള്ള ആളുകളുടെ പ്രതിഷേധം കണ്ടില്ല എന്ന് സർക്കാരിന് അടിക്കാൻ പറ്റുമോ? ശ്രീ ബിജി അബ്രഹാം, ഹലോ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ ചോദിച്ചത് കേട്ടുവെങ്കിൽ കേൾക്കാം. ഓക്കെ. ഇപ്പം ശ്രീ നൗഷാദ് അലി അങ്ങ് പറയുകയുണ്ടായി, കേരളത്തിൽ വനപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇടനാട്ടിൽ പോലും കൃഷി അസാധ്യമായിരിക്കുന്നു. എനിക്കെന്തായാലും കൃഷിയെക്കുറിച്ചിട്ടൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉത്കണ്ഠപ്പെടുന്നത് കാണുമ്പം വളരെ കൗതുകം തോന്നുന്നത്. 2007-8 കാലഘട്ടത്തിൽ ഇന്ത്യ ആസിയാൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചപ്പോൾ അന്ന് കേരളത്തിലെ കർഷകരെ ഒന്നും ഇവരാരും മനസ്സിൽ കണ്ടില്ല. കേരളത്തിൽ 2 പതിറ്റാണ്ടായി റബ്ബർ കർഷകർ വലിയ സങ്കടത്തിലാണ്. റബ്ബറിന് വിലയില്ല. ഇപ്പോൾ ദാണ്ട് റീജിയണൽ കോർപ്പറേഷൻ RCEP എന്ന് പറയുന്നൊരു കരാർ വരുന്നത്, ന്യൂസിലാൻഡും ഓസ്ട്രേലിയയുമായി ചേർന്നുകൊണ്ടൊരു കരാർ വരാൻ പോവുക. ക്ഷീര കർഷകരുടെ നടുപൊടി. അവിടെയൊക്കെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കന്നുകാലികളെ വളർത്തുന്ന രാഷ്ട്രങ്ങൾ, അവിടെ അവർക്ക് വേണ്ട ഉപഭോക്താക്കളില്ല. ഇന്ത്യ പോലുള്ളൊരു വലിയ മാർക്കറ്റിലേക്ക് അവർ പാലുൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനായിട്ട് പോവുക. കേരളത്തിൻ്റെ സ്പൈസസിൻ്റെ മുഴുവൻ വില ഇടിഞ്ഞത് നമ്മളുടെ അതേപോലെ തന്നെ കാലാവസ്ഥയും മണ്ണും
കൃഷിയുമൊക്കെ നടത്തുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, കുരുമുളക്, ഏലം, കാപ്പി, തേയില തുടങ്ങിയ സാധനങ്ങളുടെ ഒക്കെ വില ഇടിഞ്ഞത് ഈ ആസിയാൻ എഗ്രിമെന്റിനെ തുടർന്നാണ്. അപ്പൊ കൃഷിക്കാരുടെ സങ്കടം രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ഭൂപ്രദേശത്തിന്റെ കേവലം 1% മാത്രം അധികം വരുന്ന ഒരു ഭൂപ്രകൃതിയാണ്. ആ 1% സ്ഥലത്തിന്റെ 2 ഭാഗത്ത് മാത്രമേ മനുഷ്യർ താമസിക്കുന്നുള്ളൂ. ബാക്കി 1 ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളും തോട്ടമേഖലകളുമാണ്. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 3.5% ആളുകൾ അധിവസിക്കുന്ന ഒരു വളരെ ചെറിയ ഒരു സ്ട്രിപ്പാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നഗരങ്ങളിലുള്ളതുപോലെ ജനസാന്ദ്രതയുള്ള ഒരിടമാണ് കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചിടം എന്ന് പറയുന്നത്. പലപ്പോഴും കേരളത്തിൽ നമുക്ക് ഈ വനം വേണ്ട എന്നോ വനവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കാടിന്റെ നന്മയോ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ നദിയും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ കൃഷിയും എന്ന് പറയുന്നത് ഈ വനമേഖലയുമായിട്ട് ചേർന്ന് തന്നെയാണ്. കാട് മുഴുവനും ഇല്ലാണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ കൃഷിയോ കുടിവെള്ളമോ പോലും സാധ്യമല്ല എന്നുള്ളത് വനത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതും വാദമല്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ പ്രാണരക്ഷാർത്ഥം എന്ന ഉള്ളിടത്താണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. പ്രാണരക്ഷാർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ കർഷകരുടെ ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ടതോ മറ്റ് പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ റബ്ബറിന് 300 രൂപ വിലയില്ലാത്തതോ ഇതൊക്കെയുണ്ട്. എപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം? ഒരു വളരെ സുരക്ഷിതമായ ഇടത്തിരുന്ന് നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചർച്ച, പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ചർച്ചയിൽ ഒരു വട്ടമേശയിൽ ഇരുന്ന് ചർച്ച ചെയ്യാം. ഇത് ജീവിത പ്രശ്നമാണ്, ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ നമ്മൾ പ്രാണരക്ഷാർത്ഥം എന്ന ആ പോയിന്റിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യണം അതിനെ. എനിക്ക് ഈ വിധത്തിൽ അങ്ങ് പ്രാണരക്ഷാർത്ഥം എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതിനെ നമ്മൾ അതിവൈകാരികത സൃഷ്ടിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ്. ഇപ്പം നൗഷാദ് അലി ആദ്യം പറഞ്ഞു മലയോര മനുഷ്യരുടെ വികാരത്തോട് ഒപ്പമല്ല എന്ന്. മലയോര മനുഷ്യരുടെ വികാരത്തെ വിവേകത്തോടെ സമീപിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. ഈ അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ കേരളത്തിൻ്റെ കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടി. കേരളത്തിന് വനങ്ങൾക്കോ അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ ക്യാരിങ് കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയുന്നതും ശരിയായ ഒരു പ്രയോഗമല്ല. നമ്മളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അനിയന്ത്രിതമായത് വളർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നമ്മൾ ആനുകാലികമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ, അത് എത്രത്തോളം ആധികാരികമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയമാണ്. സർക്കാരിന് അങ്ങനെ ഒരു കണക്ക് മുന്നോട്ട് വെക്കാൻ നിയമ നടപടികളിലേക്ക് പോകുമ്പോഴുണ്ടോ എന്നുള്ളതൊരു ചോദ്യവുമാണ്. പക്ഷെ പ്രാണരക്ഷാർത്ഥം എന്ന് പറയുന്നത് അതിവൈകാരികമല്ല. അങ്ങനെ അതിവൈകാരികമായ വിഷയങ്ങളെ സമീപിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ വളരെ പ്രസക്തമായ നിലയിൽ നിന്നുകൊണ്ടാണ് അതിനെ സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ ശ്രീ അലക്സ് ഒഴികയിൽ പറയുമ്പോഴും ശ്രീ നൗഷാദ് അലി പറയുമ്പോഴും എല്ലാം ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രാണൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, വ്യവസ്ഥിതിയുടെ ഉത്തരവാദിത്തമാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നിയമ പ്രക്രിയ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ജീവൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അതിവൈകാരിക വിഷയമല്ല. ഇല്ല, ശ്രീ വിജയ അബ്രഹാമിനോടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിനകത്തുള്ള എൻ്റെ നിലപാടെന്ന് പറയുന്നത്, ഈ വിഷയത്തെ പലപ്പോഴും പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. ഇപ്പം കോന്നി MLA പ്രസ്താവനയ്ക്ക് ശേഷം എങ്ങനെയാണ് മതമേലധ്യക്ഷന്മാർ തൊട്ടടുത്ത ദിവസം ആ പ്രസ്താവനയോട് അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. കേരളത്തിലെ മലയോര മേഖലയിലുള്ള ആളുകളുടെ വോട്ട് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നടത്തുന്ന ഇടപെടലാണ്. മറിച്ച് ഈ അതിവൈകാരികതയ്ക്ക് ഉപരിയായിട്ട് എങ്ങനെയാണ് കാടും മനുഷ്യരും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസിന് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. മറിച്ച് അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ള തരത്തിലുള്ള അതിവൈകാരികതയോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം മലപ്പുറം ജില്ലയുടെ ഒരു കിഴക്കൻ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. മലയോര മേഖലയിൽ തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഒരു കൃഷിക്കാരൻ തന്നെയാണ്. ഈ ഒരു വേനൽക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ കാറ്റുമഴയിൽ ഞാൻ കൃഷി ചെയ്തിരുന്ന
ഏതാണ്ട് 10,000-ൽ പരം വാഴ ഒറ്റയടിക്ക് ഒടിഞ്ഞു പോയ സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു കൃഷിക്കാരൻ്റെ വേദന എന്താണെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാർഷിക കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെ അതിവൈകാരികമായി നമ്മൾ സമീപിക്കുന്നതിനകത്ത് കാര്യമില്ല എന്ന് പറയുന്നത്. ഇടനാട്ടിൽ പോലും കാട്ടുപന്നിയുടെ ശല്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഒരു ഇടനാടൻ പ്രദേശമാണ് ഇപ്പോൾ. അവിടെ പോലും കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. ആ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് ഗവൺമെൻറ് തന്നെ പഞ്ചായത്തിന് അധികാരം നൽകിയിട്ടുണ്ട്. 2023 തന്നെ കൊടുത്തിട്ടുണ്ട്, ആ അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ഫലപ്രദമായി വിനിയോഗിക്കുന്ന ആളുകളുമുണ്ട്. ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഫലപ്രദമായി വിഷയത്തെ നേരിടുന്നതിന് വേണ്ട പല ഇടപെടലും നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സൗരോർജ്ജ വേലി കിട്ടുന്നതുമായി മുഖ്യമന്ത്രിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കടുവ ഇറങ്ങി വന്നാൽ സമിതി കൂടുക എന്ന് അതിനെ പരിഹസിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങനെ നാക്കിടറുന്ന ഒരാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഒരു കടുവ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമിതി കൂടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നിയമമുള്ളത് എന്ന് പറയുമ്പോൾ സർക്കാരും സംവിധാനവും അതിനെ ആ നിലയ്ക്ക് ആണ്, ഇതൊരു പ്രായോഗികമായ രീതിയിലല്ല ഈ നിയമ നിഷ്കർഷ ചെയ്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കോ എക്സിസ്റ്റൻസ് എന്ന് അങ്ങ് പറയുന്നുണ്ട്. വനത്തിൽ മൃഗങ്ങൾ, നാട്ടിൽ ജനങ്ങൾ എന്ന വളരെ വിപുലമായ, വളരെ വ്യാപ്തിയുള്ള ഒരു സമവാക്യം നിലവിലുണ്ടെങ്കിൽ ശരി. അല്ലാതെ ഇതിപ്പോൾ ഒരു മൃഗക്കൂട് തന്നെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ഇടയ്ക്ക് ഒരു കൂട്ടിൽ മനുഷ്യനും ഒരു വന്യമൃഗത്തിനും, ഒരു ക്രൗര്യതയുള്ള വന്യമൃഗത്തിനും അല്ലെങ്കിൽ ഒരു നരഭോജിയായ വന്യമൃഗത്തിനും കോ എക്സിസ്റ്റൻസ് സാധ്യമല്ല. അല്ല, നരഭോജിയായ ഒരു വന്യമൃഗത്തെ കാട്ടിൽ നിന്നല്ല നാട്ടിലിറങ്ങി മനുഷ്യരെ പിടിക്കുമ്പോഴാണ് നമ്മൾ നരഭോജി എന്ന് പറയുന്നത്. അത്തരം വന്യമൃഗങ്ങളെ വെടിവെക്കാനും കൊന്നുകളയാനും ഒക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. മറിച്ച് നാട്ടിലിറങ്ങുന്ന പല വന്യമൃഗങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഡോക്ടർ അരുൺ സക്രിയ പിടിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെല്ലാം തന്നെ ഒരു ദിവസമോ അന്ന് തന്നെയോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് പലപ്പോഴും അധികം പരിക്കേറ്റിട്ടുള്ളതാണ്. കാട്ടിൽ നടക്കുന്ന മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങളിൽ വലിയ പരിക്കേറ്റ മൃഗങ്ങളാണ് പലപ്പോഴും നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അല്ലാതെ വന്യമൃഗങ്ങളുടെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ ഇപ്പോഴും കണക്കാക്കുന്നില്ല. അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇതിന് ഇപ്പോഴും കണക്കാക്കുന്നത്. ശ്രീ അലക്സ് ഒഴികയിൽ, അതായത് തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങളെയും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്കിലേക്കുള്ള കണ്ണും മാധ്യമങ്ങളുടെ ഈ പറയുന്ന ലാഭക്കണ്ണും കൊണ്ടുണ്ടാകുന്ന ഒരു സെൻസേഷൻ എന്നതിനപ്പുറത്ത് അതിലൊരു യാഥാർത്ഥ്യമില്ലേ? തീർച്ചയായിട്ടും മധു, അദ്ദേഹം ഈ ബിജി അബ്രാഹിം എന്ന് പറയുന്ന അധ്യാപകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ അധ്യാപകരുടെ ഈ വിഷയത്തിലുള്ള, ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ധാരണ അല്ലെങ്കിൽ അറിവ് എന്തുമാത്രം പരിതാപകരമാണ് എന്നുള്ളതിന് നേർ ഉദാഹരണമാണ്, നേർ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതായത് വനത്തിന് വെളിയിൽ, സ്വന്തം പറമ്പിൽ, സ്വന്തം വീട്ടിൽ നമ്മളെ ആക്രമിക്കുന്ന മൃഗങ്ങളെ നേരിടാനുള്ള അവകാശം കൊടുക്കണം, അത്തരം മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം മനുഷ്യന് തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? പശ്ചിമാടം മുഴുവൻ നശിപ്പിക്കണം, വനം മൊത്തം നശിപ്പിക്കാനുള്ള മുറവിളിയാണെന്ന് പറയുന്നു. എന്തൊരു അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് കേരളത്തിൽ കാട് 5% കൂടുകയാണ് ചെയ്തത്. 1957 കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ കേരളത്തിലെ വനവിസ്തീർണം 25%. ഇപ്പോൾ അത് 29.65%. 5% വനം കൂടിയ നാട്ടിൽ, അതും മൊത്തം ഭൂവിസ്തീർണം 1/3 വനമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഡെൻസിറ്റിയുടെ കാര്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് ഡെൻസിറ്റിയാണ് കേരളത്തില്. ഈ കേരളം പോലെ ഇത്രയും അധികം ജനങ്ങൾ താമസിക്കുന്ന, അതായത് 3.5 കോടി ജനങ്ങൾ 38,000 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന, അതിൽ 1/3 വനമായി വെച്ചിട്ടുള്ള, അതിൽ തന്നെ 25 വന്യജീവി സങ്കേതങ്ങളുള്ള, 6000 ആനകളുള്ള, 213 കടുവകളുള്ള, 600-ലധികം പുലികളുള്ള മറ്റൊരു സംസ്ഥാനമോ ഒരു ഭൂപ്രദേശമോ കാണിച്ചു തരാൻ ബിജി അബ്രാഹിമിനോ അദ്ദേഹത്തെ പോലുള്ള പരിസ്ഥിതിവാദികൾക്ക് കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങള്. ആ ജനങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ച്, സ്വന്തം ജീവൻ ത്യജിച്ച് ഇനി മൃഗങ്ങളെ സംരക്ഷിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോട് സംസാരിക്കുക. ഒന്നുമില്ല, നിങ്ങൾ അധ്യാപകനല്ലേ, ആ ഒരു മാന്യതകൾ നിങ്ങൾ കാണിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഫസ്റ്റ് ടൈമിൽ പറഞ്ഞൊരു കാര്യത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞു 4000 ആളുകള് റോഡ് ആക്സിഡന്റിൽ മരിച്ചിട്ടും നിങ്ങൾ റോഡിൽ ഗതാഗതം നിരോധിക്കുന്നുണ്ടോ എന്ന്. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഏതെങ്കിലും കാറ് അല്ലെങ്കിൽ വാഹനം സ്വയം സ്റ്റാർട്ടായിട്ട് സ്വയം ഓടിച്ചു പോയിട്ട് ആരെങ്കിലും ഇടിച്ചു വന്നായിട്ട് ബിജി അബ്രാഹിമിനെ അറിയാമോ? ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിന് ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അത് ഒരു വാഹനം പിടിച്ച് ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഉടമസ്ഥൻ പൂർണ്ണ നഷ്ടപരിഹാരം കൊടുക്കണം. ഇവിടെ വന്യമൃഗങ്ങളുടെ ഉത്തരവാദിത്വം വനം വകുപ്പിനാണ്, സർക്കാരിനാണ്, സർക്കാരിന്റെ പ്രോപ്പർട്ടിയാ. എന്താ അവർ ചെയ്യുന്നത്? 10 ലക്ഷം രൂപ ഒരു മനുഷ്യന് ഇട്ടിരിക്കുന്ന വിലയാ. 10 ലക്ഷം രൂപ. ബാംഗ്ലൂരേക്ക് പോയ ഒരു ബസ് ഇടിച്ചിട്ട് മാൻ ചത്തപ്പോ ആ വണ്ടി 24 ദിവസം പിടിച്ചിട്ടിട്ട് 13 ലക്ഷം രൂപ നഷ്ടപരിഹാരം അടപ്പിച്ചിട്ടാ വണ്ടി വിട്ടുകൊടുത്തത്.
ഒരു മാനിന് 13 ലക്ഷം, ഒരു മനുഷ്യ ജീവന് 10 ലക്ഷം. ഇതാണോ നിങ്ങൾ പറയുന്ന സമീകരണം? എന്ത് സമീകരണം നിങ്ങൾ നടത്തുന്നത്? ഒരു മനുഷ്യ ജീവന് വിലയിടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, MACT ആക്ട് പോലെ, അത് വാഹനം ഇടിച്ചാൽ MACT ആക്ട് ആപ്ലിക്കബിൾ. അത് 50 ലക്ഷം 1 കോടി കൊടുത്ത കേസുകളുണ്ട്. ഈ വന്യമൃഗം ആക്രമിച്ച് മരിക്കുമ്പോ 10 ലക്ഷം എന്നുള്ളത് 24 ലക്ഷം കൊടുക്കാൻ വകുപ്പ് ഉണ്ടായിട്ട് കൊടുക്കാത്തതിനെ പറ്റി ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? എന്ത് സമീകരണങ്ങൾ നടത്തുന്നത്? വാഹനം ഒഴിച്ച് മരിക്കുന്ന പോലെയാണോ വന്യമൃഗങ്ങൾ കൊല്ലുന്നത്? സ്വന്തം മുറ്റത്ത് സ്വന്തം കുട്ടിയെ, 2 വയസ്സുള്ള കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു നിൽക്കുന്ന ഒരു മാതാവിന്റെ പിതാവിന്റെ മാനസികാവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെ അധ്യാപകനാക്കിയത്? നിങ്ങൾ എന്തോ മലപ്പുറം ജില്ലയിൽ അവിടെ ജനിച്ചു കൊണ്ടെന്നാണോ പറയുന്നത്? നിങ്ങൾ ഏത് നാട്ടിൽ ജനിച്ച ആളാ? നിങ്ങൾ വന്യമൃഗ ശല്യം അനുഭവിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിച്ചാൽ മതി. വ്യക്തിപരമായ മാധു, വന്യമൃഗ ശല്യം എന്ന് പറയാം അങ്ങനെ കാര്യമേ ഇല്ല. രാഷ്ട്രീയക്കാർ പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം സംഭവിക്കുന്നത്? ഇന്ന് ഈ വർഷം ജനുവരി 1 മുതൽ ഇന്നലെ വരെ 22 പേരെയാ കേരളത്തിൽ ആന കൊന്നിരിക്കുന്നത്. മിനിങ്ങാന്ന് നമ്മുടെ മലക്കപ്പാറയിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീ അടക്കം, പേര് ഞാൻ മറന്നുപോയി, 22 പേര് 5 മാസം കൊണ്ട് കൊല്ലപ്പെട്ടു. കടുവ 2 പേരെ കൊന്നിരിക്കുന്നു, കാട്ടുപന്നി 8 പേരെ കൊന്നിരിക്കുന്നു, പരിക്കേറ്റവർ 100 കണക്കിന് വേറെ. ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നം, നിലനിൽപ്പിന്റെ പ്രശ്നം നേരിടുന്ന ഒരു ജനതയെ അപഹസിക്കുന്ന നിലപാടാണ് അധ്യാപകൻ എന്നല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിക്കുക. ഞാൻ ഒറ്റ കാര്യം കൂടി ശ്രീ അലക്സ് ഒഴികെ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളട്ടെ. ഇതിപ്പോ ഈ നായാട്ട് അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയാണോ മണ്ണെണ്ണയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒക്കെ നിയമപരമായ വലിയ നടപടിക്രമങ്ങൾ താണ്ടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും മാധു, അതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നിലവിലെ റൂൾസ് പ്രകാരം അതിനെ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ്, അതായത് കാട്ടുപന്നിയെ കൊല്ലാനുള്ള സംസ്ഥാന ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൊടുത്ത ഉത്തരവ് ഈ മാസം മെയ് 27 അവസാനിക്കുകയാണ്. അതിൽ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായി സംസ്കരിക്കണം എന്നുള്ളതാണ്. അതിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന കാര്യം നിലവിൽ ഉത്തരവില്ല, പണ്ടത്തെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും മണ്ണെണ്ണ ഒഴിക്കുന്നത് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിക്കണമെന്ന് ആരാ ഇവരോട് പറഞ്ഞത്? മണ്ണെണ്ണ പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ പറമ്പിൽ മണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ അത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്. അതെങ്ങനെയാ ശാസ്ത്രീയമാകുന്നത്? അപ്പൊ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 27-ന് ശേഷം ആ ഉത്തരവ് പുതുക്കി ഇറക്കും. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് പറയുക ശാസ്ത്രീയമായി അല്ലല്ല, അപ്പോഴും ഈ പറയുന്ന കാട്ടുപന്നിയെ കൊല്ലാനുള്ള ഒരു ചുമതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുക്കുമ്പോൾ തീരുന്നതാണോ പ്രശ്നം? ആണോ? അല്ല, അത് കാട്ടുപന്നിയുടെ കേസിൽ മാത്രമല്ല മാധു. ഇത് ഒരു കാട്ടുപന്നിയുടെ കാര്യത്തിൽ അത്രയെങ്കിലും ആശ്വാസം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുരങ്ങ് കാട്ടുപന്നിയേക്കാൾ വലിയ വിഷയമാണ് കുരങ്ങ്. ഞാനൊരു തെങ്ങ് കർഷകനാണ്, എനിക്ക് 50 തെങ്ങുണ്ട്. ഞാൻ തേങ്ങ പറിച്ചിട്ട് 1.5 കൊല്ലമായി. തേങ്ങ പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. കാരണം മുഴുവൻ കുരങ്ങ് നശിപ്പിക്കുന്നു. അതുപോലെ കൊക്കോ ഇതുപോലുള്ള മുഴുവൻ സാധനങ്ങളും കുരങ്ങ് അതിഭീകരമായ ശല്യം ഉണ്ടാക്കുക. കുരങ്ങിനെ അടിയന്തരമായിട്ട് ശുദ്ധജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു ഡിമാൻഡ്. കേന്ദ്രത്തിലേക്ക് ആ ശുപാർശ പോയിട്ട് പോലുമില്ല. കാട്ടുപന്നിയുടെ കാര്യത്തിലെ ശുപാർശ പോയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു വിഷയം, ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കൂട്ടപാലായനം നടക്കുകയാണ്. ഇന്നലെയോ മിനിങ്ങാന്നോ എനിക്കൊന്ന് മനോരമയിലാന്ന് തോന്നുന്നു 300 കുടുംബങ്ങൾ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ഒരു ഫീച്ചർ വന്നിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെടുക, സ്ഥലം പോലും വിൽക്കാതെ ഉള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് പോവുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഇതിന് സ്വയം പ്രതിരോധം എന്നുള്ള അവകാശം പോലും മനുഷ്യന് കൊടുക്കണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റുക എന്നുള്ളതൊക്കെ വളരെ വലിയ കടമ്പകളാണ്. സംസ്ഥാനം അങ്ങോട്ട് കത്തെഴുതുന്നു, കേന്ദ്രം ഇങ്ങോട്ട് കത്തെഴുതുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിക്കളിക്കുന്നു. പക്ഷെ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നു, ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുന്നു, കൃഷി നശിക്കുന്നു. തേങ്ങയ്ക്ക് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം മാധു. തേങ്ങയ്ക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ 80 രൂപ ഇപ്പൊ വില. എന്തുകൊണ്ടാ? കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെങ്ങുൽപാദന കേന്ദ്രങ്ങളിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങളുടെ മേഖലയിലൊക്കെ എന്ന് വെച്ചാൽ കുറ്റ്യാടി തെങ്ങിന്റെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ്. കൂരാച്ചുണ്ട്, ജക്കട്ടപ്പാറ, കാവുൽപ്പാറ പഞ്ചായത്തുകള്. 75% ഉത്പാദനം കുറഞ്ഞു. കുരങ്ങ് ഒറ്റ വിഷയം, കുരങ്ങ് നമ്മുടെ മലയണ്ണാൻ. ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു വർഷത്തിനുള്ളിൽ വെളിച്ചെണ്ണയുടെ വില 1 ലിറ്ററിന് 400 രൂപയുടെ മുകളിൽ പോകും കേരളത്തില്. നിങ്ങൾ എന്ത് വാങ്ങി കുടിക്കും? വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ തന്നെ വേണ്ടേ? പാമയിൽ കൊണ്ട് മാത്രമേ കഴിയുമോ? 1 കിലോ കപ്പയ്ക്ക് 3 വർഷം മുമ്പ് 20 രൂപയായിരുന്നു, ഇപ്പൊ 40 രൂപ 50 രൂപ. കപ്പ ഇട്ടാ 12 രൂപ. സർക്കാർ അതിനൊരു സാധ്യത തേടുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടാണ് കർഷകർ കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത തേടുന്നു എന്ന പ്രതീതി ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉണ്ടാകുന്നതിനപ്പുറത്തെ എത്ര യാഥാർത്ഥ്യ ബോധത്തോടെയാണ് പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ചിന്തിക്കും. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിൽ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ കെ സുനിൽ, നിങ്ങൾ ജനപ്രതിനിധികൾ നിരന്തരമായി പ്രശ്നം അഭിസംബോധന ചെയ്യുന്നവരാണ്. ഈ ആളുകളുടെ വ്യാധിയും ആധിയും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും എന്നതുപോലെ രാവിലെ എഴുന്നേറ്റാൽ ഓരോ വീടുകളിലേക്ക് പോവുകയും അവിടുത്തെ സങ്കടം കാണേണ്ടി വരികയും ചെയ്യുന്നവർ കൂടിയാണ്.
ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നമ്മൾ എത്രയോ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് അങ്ങയുടെ ഒരു പ്രതികരണം വരുന്നത്, വലിയ വിവാദമാകുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തത്, ചില കേസുകൾ കൂടി അതിൻ്റെ പിന്നാലെ വരികയും ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ സ്വീകരണവും ഉണ്ടാകുന്നു. ഇത് രണ്ട് കാഴ്ചപ്പാടുകളാണ്. ഒന്ന് നിയമപരമായ പ്രശ്നങ്ങൾ, മറ്റൊന്ന് ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുണ്ടാകുന്ന വൈകാരികമായ പ്രതികരണങ്ങൾ. ഇതിനിടയിൽ എവിടെ ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയും? ഇവിടെ ഞങ്ങൾ പറയുന്നത് 53 വർഷം മുമ്പുണ്ടായ ഒരു നിയമമാണ്. അതിനുശേഷം നിരവധി പ്രശ്നങ്ങളുണ്ടായി, നിരവധി ആളുകൾ മരണപ്പെട്ടു, ലക്ഷക്കണക്കിന് കൃഷിക്കാർക്ക് കൃഷി നശിച്ചു. ഇങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം. അങ്ങനെ പരിഹാരമുണ്ടാവുന്നതിന് വേണ്ടിയാണ് ചക്കട്ടുപാറ ഗ്രാമപഞ്ചായത്ത് സധൈര്യം ഒരു തീരുമാനമെടുത്തത്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലും എന്ന് തീരുമാനിക്കാൻ കാരണം, ആ തീരുമാനം ചിലപ്പോൾ നിയമപരമായിരിക്കില്ല, പക്ഷേ ഇതിനുള്ള പരിഹാരം എന്താണ്? ഞങ്ങൾ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യുന്നത്. അതുവരെ വന്യജീവി പ്രശ്നം കേരളത്തിൽ വലിയ വിഷയമായിരുന്നില്ല. ഒരു കൃഷിക്കാരൻ കൊല ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പിൽ കുരുങ്ങി ഒരു മനുഷ്യൻ ചോരവാർന്നൊലിച്ച് മരിച്ചു കിടക്കുമ്പം വിലപിക്കാൻ പല ആളുകളുണ്ടോ, പക്ഷേ പരിഹരിക്കാൻ ആളുകളുണ്ടോ? ഒരു പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഉണ്ടാവണമെങ്കിൽ നിലവിലുള്ള നിയമം മാറ്റി ജനവാസ കേന്ദ്രങ്ങളിൽ വരുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാവണം. ആ കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ആദരണീയരായ വ്യക്തികൾ ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും എന്താണ് പരിഹാരമുണ്ടാവണം. ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം മാറ്റണം. നിയമം മാറ്റാൻ ആവശ്യമായ കാര്യം കേരള നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ട് നിയമം മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവണം. മണ്ണെണ്ണ വേണോ വെളിച്ചെണ്ണ വേണോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് വന്യജീവികളെ കൊല്ല് തിന്നാൻ ആഗ്രഹമില്ല. വന്യജീവികളെ കൊല്ലണമെന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മനുഷ്യജീവൻ അസ്വസ്ഥമായ ഒരു കാലമായിട്ട് മലയോര മേഖലയിൽ പതിറ്റാണ്ടുകളായി 14 ഏക്കർ ഭൂമിയുള്ള ഒരു കൃഷിക്കാരൻ, തെങ്ങ് കൃഷിക്കാരന് തേങ്ങ അരയ്ക്കാൻ അയാൾ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് ഇത്രയും വലിയ അസ്വസ്ഥത ഉണ്ടാകാൻ മറ്റെന്തെങ്കിലും കാര്യം വേണോ? 10,000-കണക്കിന് കൃഷിക്കാരാണ് കുരങ്ങ് ശല്യം മൂലം കഷ്ടപ്പെടുന്നത്. തേങ്ങയില്ല, കൃഷിക്കാരന് ജീവിക്കാൻ മാർഗമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിതം പ്രതിസന്ധിയിലായ ഒരു മനുഷ്യൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണ്? ആ മാർഗത്തിലാണ് മനുഷ്യരെല്ലാം ആയുധം എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് ഗൗരവമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ല. എല്ലാ പാർട്ടിയും എല്ലാ സംഘടനകളും ഇക്കാര്യത്തിൽ പരിഹാരം വേണമെന്നാണ്. ആ പരിഹാരം ഞങ്ങൾക്ക് വെടിവെച്ചു എന്ന് തന്നെ വേണം, നിർബന്ധമില്ല. വന്യജീവികൾ കാട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി വനം വന്യജീവി വകുപ്പിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം അഭിപ്രായം പറയുന്ന എന്നെപ്പോലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പന്നികളെ വെടിവെക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്ത് അത് പത്രങ്ങൾക്ക് വിതരണം ചെയ്ത് ആഹ്ലാദിക്കുകയാണ് കേരളത്തിലെ വനം വന്യജീവി വകുപ്പ്. പക്ഷെ അതിൻ്റെ ഒരു കോപ്പി പോലും ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം, രാഷ്ട്രീയ അതീതമായി. അതിലൊരു രാഷ്ട്രീയവുമില്ല. ഇതിപ്പോ പതിറ്റാണ്ടുകളായുള്ള പ്രശ്നമാണ്. ഇത് വലിയ അതിജീവന പ്രശ്നമാണ്. ഇത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് പ്രാണഭീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണ്. എന്നിട്ട് ഇത്രയും കാലം ഇത് അഡ്രസ് ചെയ്ത് അതിനൊരു പരിഹാരം കാണാതെ പോയത് എന്തുകൊണ്ടാണ്? ആർക്കാണ് ഇതിലൊരു നിസ്സംഗത? യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ശാശ്വതമായി പരിഹരിക്കാനുള്ള അതിശക്തമായ ഇടപെടൽ നടത്തേണ്ട സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ച്, നിയമസഭയും യോജിച്ച്, ഇനിയെങ്കിലും എന്താണ് ഒരു തെറ്റും ചെയ്യാത്ത കൃഷിക്കാരന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരന്തരീക്ഷം ഉണ്ടാക്കുന്ന ഈ സാഹചര്യം മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം ഉണ്ടാവാത്തത് കൊണ്ടാണ് നിയമവിരുദ്ധമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരുന്നത്. ശരി, ശ്രീ നൗഷാദ് അലി, ഇതിപ്പോൾ ശ്രീ സണ്ണി ജോസഫ് അങ്ങനെ പറയുന്നു. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് കോന്നി MLA ജനീഷ് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടാകുന്നു. ശ്രീ കെ സുനിൽ തന്നെ ഇത്തരത്തിലൊരു പരാമർശമുണ്ടായ ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുണ്ടാകുന്നു. കോൺഗ്രസിനോ CPM-നോ രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്നിരിക്കെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതൊരു വലിയ വിഷയമായി കൊണ്ടുവരാവുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന ചർച്ച ജനാധിപത്യപരമായിരിക്കും. ശ്രീ വിജയബ്രഹാം ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്ന ആശങ്കകൾ ഉന്നയിക്കാനും നിയമസഭയിൽ ആളുകളുണ്ടാകും. ഇത് കേരള നിയമസഭ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളുമായി പാർലമെന്റിലേക്ക് പോകാനോ MP-മാർക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ കഴിയുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നാലോ ആരെങ്കിലും ഒരു പ്രസംഗത്തിന്റെ മധ്യത്തിൽ ചൂണ്ടിക്കാണിച്ചു പോയാലോ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല.
അല്ല, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടികൾ അടിയന്തരമായിട്ട് കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളം ഭരിക്കുന്ന സർക്കാർ അത് തുടർഭരണമാണ്. അവരിതിന് മുൻകൈ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞൊരു സമീപകാലത്തായിട്ടൊരു 10 വർഷത്തിന് ശേഷമാണ് ഈ വനത്തിനോടനുബന്ധിച്ച പ്രദേശങ്ങളിലെ നിവാസികളും തമ്മിലുള്ള വിഷയം രൂക്ഷമായത്. 200-ലധികം പഞ്ചായത്തുകൾ ഈ വിഷയത്തിൻ്റെ പരിധിക്കകത്തുണ്ട്. അതിൽ തന്നെ 30 എണ്ണം അതിതീവ്ര ഭീഷണി നേരിടുന്ന പഞ്ചായത്തുകളായിട്ട് ഇവിടെ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ താമസം വിന എല്ലാ കക്ഷികളും എല്ലാ നിയമനിർമ്മാണ സഭകളും മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇവിടെ കെ സുനിൽ പറഞ്ഞതുപോലെ ഇവിടെ വനം വിട്ടിറങ്ങി ജനവാസ മേഖലയിൽ അവരെ ഉപദ്രവിക്കാൻ, അവരെ ജീവന് ഹാനി ഉണ്ടാക്കാൻ വരുന്ന മൃഗങ്ങളെയൊക്കെ വെടിവെച്ചു കൊല്ലാനുള്ള ആധികാരികത ആ പ്രദേശവാസികൾക്ക് നൽകണം. ഈ ചത്തുപോയ കാട്ടുപന്നിയൊക്കെ മനുഷ്യൻ തിന്നരുത് എന്ന ഈ വലിയ വാശിയൊക്കെ എത്രമാത്രം ചിരിയാണ് ഉണർത്തുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി കാണിക്കുന്ന ഈ സർക്കസുകളൊക്കെ സ്വയം പരിഹാസ്യരാക്കുക എന്നതിൻ്റെ അപ്പുറത്തൊന്നും അതിനൊന്നും ഒരു ലക്ഷ്യവേദിയായൊരു തലമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ ആസിയാൻ കരാറിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി. കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിജി എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഈ കരാറൊക്കെ ഈ ഫ്രീ ട്രേഡ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ്. ഈ പറഞ്ഞ ആസിയാൻ ഒപ്പിടുന്നതിൻ്റെ ഒരു 3 വർഷം മുമ്പാണ് ആസ്ത എന്നൊരു കരാറ് നമ്മുടെ രാജ്യം ഒപ്പിട്ടത്. ആ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ സാർക്ക് രാജ്യങ്ങളിലും, ഇന്ത്യ ഇതര രാജ്യങ്ങളിൽ ആഴ്ചകളോളം സമരം നടന്നിട്ടുണ്ട്, ഇന്ത്യക്ക് വഴങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബേ ഓഫ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട ആസിയാന് ശേഷം ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം. അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ വിരുദ്ധമായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പല കരാറുകളിലും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ചില കരാറുകളൊക്കെ ചില തന്ത്രപരമായ വിട്ടുവീഴ്ചകളിലൂടെ ദീർഘകാല നേട്ടങ്ങൾ ലക്ഷ്യം വെച്ച് ഇറങ്ങുന്നവയാണ്. പിന്നെ ഡോക്ടർ സ്വാമിനാഥനെയൊക്കെ മുൻനിർത്തി ഹരിത വിപ്ലവം നടക്കുന്ന കാലത്തും ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകരും ഇങ്ങനെയുള്ള സ്യൂഡോ ഇൻ്റലക്ച്വൽസും ഒക്കെ പല വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ടൊന്നും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോവുക അസാധ്യമാണ്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, മലയോരം മാത്രമല്ല തീരപ്രദേശം ഒഴികെയുള്ള 80% വരുന്ന കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ ഉണ്ടാക്കുന്ന ശല്യങ്ങൾ അതൊക്കെ വിവരണാതീതമാണ്. അതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ കൃത്യമായൊരു നിലപാടും തീരുമാനവും എടുത്തിട്ടില്ലെങ്കിൽ ഈ തലമുറ സമ്പൂർണ്ണമായിട്ട് കൃഷിയിൽ നിന്ന് അന്യം നിന്ന് പോകും. അടുത്ത തലമുറ തൊട്ട് കൃഷിയിലേക്ക് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്ന ഒരു സ്ഥിതി ഇല്ലാതാവും. ശരി, ശ്രീ ബിജി എബ്രഹാം, ഇപ്പോൾ ചില ജനപ്രതിനിധികളൊക്കെ നടത്തുന്ന പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എതിരഭിപ്രായമുണ്ട്. ഏറെക്കുറെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ പോലും ഒരു തിരുത്ത് വേണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ്. ഇതിപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും പഴി കേൾക്കാനുള്ള വഴി ഉണ്ടാക്കുന്നതും വനം വകുപ്പാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം സർക്കാർ തന്നെ പഴി കേൾക്കുന്ന ഒരു വിഷയത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്ന അത്രമേൽ സമ്മർദ്ദവും അത്രമേൽ ഈ പറയുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും നേരിട്ട് കാണുന്നത് കൊണ്ടായിരിക്കില്ലേ? വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വനം സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് വനവും കാടും ഈ ആവാസ വ്യവസ്ഥയും പ്രകൃതിയും വന്യജീവികൾ പോലും. മനുഷ്യർ ഈ വന്യജീവികളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് മനുഷ്യൻ ഒറ്റയ്ക്ക് മാത്രം ജീവിക്കാമെന്നുള്ളത് മൗഢ്യമായ ഒരു ധാരണയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളടുത്ത് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, ഒരു പാരസ്പര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ എങ്ങനെ കാട്ടിലെ വന്യജീവികളെ മുഴുവനും കൊന്നൊടുക്കണമെന്നും കാട് മുഴുവനും തീയിടണമെന്നും എല്ലാത്തിലെയും വന്യജീവികളെ നാട്ടിലിറങ്ങി അതിൽ വെടിവെച്ചിട്ട് കറി വെച്ച് കഴിക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല. ശ്രീ അലക്സ് ഒഴികയിലിനെ പോലെ അയാൾ വക്കീലാണെന്നാണ് പറയുന്നത്. അയാളെ പോലെ അദ്ദേഹത്തിന് ഒരു നിയമത്തെ അദ്ദേഹം ബഹുമാനിക്കുന്നില്ല. 1972 നിയമം എന്ന് പറയുന്നത് വനസംരക്ഷണ നിയമമാണ്, അല്ലാതെ വന്യജീവികളെ വെടിവെച്ച് കൊല്ലൽ നിയമമല്ല നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ നിലപാട് സ്വീകരിക്കാനായിട്ട് സാധിക്കും. രാജ്യത്തുള്ള നിയമങ്ങളുടെ 99% നിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യ രാജ്യത്തുള്ള 99% നിയമം എന്ന് പറയുന്നത് കേവലം 1%
നിയമം മാത്രമാണ് മനുഷ്യർ ഇതരമായിട്ടുള്ള ഇപ്പം മൃഗങ്ങളായാലും കാട് പോലുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളൂ. ലോകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ എന്നൊക്കെ പറയുന്നത് വളരെ ലോകത്തിന്റെ തന്നെ ഒരു സമ്പത്താണ്, ഒരു പൈതൃക സമ്പത്ത് എന്ന നിലയിലാണ് ലോകമെമ്പാടും കാണുന്നത്. അവിടെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ തിരികെ പോയത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. ഇത് നിയമസഭ അഡ്രസ്സ് ചെയ്യുക, കേരളത്തിന്റെ പൊതുതാൽപര്യം എന്ന നിലയ്ക്ക് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വനഭൂമിയുടെയും എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിലെങ്കിലും ഒരു രാഷ്ട്രീയ ഐക്യത്തിന്റെ സൂചനകൾ കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സംഭവിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.